അച്ഛാ വേണ്ട അച്ഛാ. അച്ഛാ വഴിക്കുന്നൊന്നും പോകണ്ട അച്ഛാ. അച്ഛാ വേണ്ട അച്ഛാ. ഞാൻ പറയുന്നൊന്ന് കേൾക്കച്ചാ. ആദിത്യവർമ്മ. അതെടാ ആദിത്യവർമ്മ, മിനിമോളുടെ അച്ഛൻ. ഇതാണോ മിനിമോളുടെ അച്ഛൻ? ഇനി ഇവിടെ നിന്നാ തടി കേടാ. നമുക്ക് വിട്ടേക്കച്ചാ. അയ്യോ എന്നെ കൊല്ലല്ല ആദിത്യ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്റെ വീടും പണവും എല്ലാം അടിച്ചു മാറ്റിയില്ലേ? എന്റെ മകൾക്ക് വിദ്യാഭ്യാസം പോലും കൊടുത്തില്ല. അയ്യോ മാപ്പാക്കണം. ഇതാ ഈ വീട് നീ എടുത്തോ, എന്നെ വിട്ടേക്ക്. വീട് എടുത്തോന്നോ? അതിനെനിക്ക് നിന്റെ ഔദാര്യം ആവശ്യമുണ്ടോ? എല്ലാവരും ഈ സെക്കൻഡിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ 1 വഴി. അതാണ് ആദിത്യനുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. എന്നെ ഒന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്. ഞാൻ പോയിക്കോളാം. അയ്യോ അച്ഛാ, ജീവിതത്തിൽ ഏത് പ്രശ്നം കാരണം മനസ്സിന് മുറിവേറ്റാലും സ്നേഹം നല്ലൊരു മരുന്നാണ്. എന്നാൽ സ്നേഹം കാരണം ഉണ്ടാകുന്ന മുറിവുകൾക്ക് ഒരു മരുന്നുമില്ല. അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ച പലരും കാരണം അച്ഛന്റെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. അതൊന്നും ഇനി ആവർത്തിക്കില്ല, ഉറപ്പ്. മോളെ, നിനക്ക് നഷ്ടപ്പെട്ട ജീവിതം ഈ അച്ഛൻ തിരിച്ചു തരും. ഇനി മോൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ഒരു രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ നോക്കും. വാ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത്